ഈ ഒരു പൊന്നുമോൻ്റെ വാർത്ത നിങ്ങളെല്ലാവരും ഇരു കൈ നീട്ടി ഏറ്റെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കുഞ്ഞു മുഖത്ത് നോക്കി അവൻ അസുഖമാണെന്ന് എങ്ങനെ പ്രേക്ഷകരോട് പറയണമെന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് പറയാൻ സത്യത്തിൽ വാക്കുകളില്ലായിരുന്നു. മനസ്സൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ ഈ മോന് സഹായമായി എത്തി. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വരുന്ന ദിവസം ഇവർ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. പോകാൻ പൈസ പോലും ഇല്ലായിരുന്നു. ഇവർ എൻ്റെ കയ്യിൽ അന്ന് പൈസ ഇല്ലായിരുന്നു. ഞാൻ ഓഫീസിൽ പോയി കൂട്ടുന്ന കടം മേടിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആശുപത്രി പോകാൻ പൈസ അയച്ചത്. ബാഗൊക്കെ തൂക്കി പുതിയ ഉടുപ്പും ബാഗും ഒക്കെ ആയി സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു നല്ല ദിവസം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. മോനെ കൂട്ടുകാരെ കാണണ്ടേ നമുക്ക്? ഇതുപോലെ അവിടുന്ന് RCC പോയിട്ട് മോൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുന്ന വഴിയാണ്. എന്തായാലും വീട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഇവരുടെ വീട്ടിൽ വയറിങ്ങിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ആ ചേട്ടന്മാർ പണിയൊക്കെ പൂർത്തിയാക്കും. ഇനി കറണ്ട് എടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വേണ്ടത് ഒരു കിണറും ഒരു ബാത്റൂമാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതകാലം മൊത്തം ഇവിടെ വാടക കൊടുക്കാതെ അവർ താമസിച്ചുള്ളൂ. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. അവർ ജോലിക്ക് പോയി അവർ എന്തായാലും ഒരുപാട് സഹായം നമ്മുടെ അനന്തു, താങ്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. താങ്കൾ ആ വീഡിയോ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അവർക്ക് ആ സഹായങ്ങളൊക്കെ കിട്ടിയത്. എന്തായാലും ആ മോൻ്റെ അസുഖം മാറി പെട്ടെന്ന് തന്നെ ആ മോന് സ്കൂളിൽ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.